+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 9 സീക്വൻസസ് ആൻഡ് സീരീസ് പാർട്ട് 5. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി പഠിച്ചത് എന്താണ് സീക്വൻസ്, അതുപോലെ എന്താണ് സീരീസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് മീൻ, അതുപോലെ തന്നെ ഈ തിയറി ഭാഗവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം 23 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നാം ചെയ്തത്. 9.2 എക്സസൈസിലുള്ളത്. ഇൻ ദിസ് സെക്ഷൻ വി ഡിസ്കസ് അബൌട്ട് അനദർ സീക്വൻസ്. ഫോർ ദിസ് കൺസിഡർ ദ ഫോളോയിങ് സീക്വൻസസ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് സീക്വൻസ് 2, then 4, 6, 8, 16, 32. നോക്കുക, ഇത് നമുക്കൊരു ദെൻ രണ്ടാമത്തെ 5, 25, 125, then 625, etc. Then third 100, 10, 1, 0.1, etc. Then fourth 1/3, 1/9, 1/27, 1/81, etc. നമുക്കിവിടെ 4 സീക്വൻസാണ് നമുക്ക് കിട്ടിയത്. ഇത് സീക്വൻസ് ആവാൻ കാരണം ഇതിൻ്റെ നമുക്ക് അടുത്ത ടേം നമുക്ക് എഴുതാൻ പറ്റുന്നു. അതായത് 2, 4, 8, 16, 32. നമുക്ക് അടുത്ത ടേം 64, 128, 256. ഇങ്ങനെ നമുക്ക് എഴുതി പോകാം. ഇനി രണ്ടാമത്തെ ആണെങ്കിൽ 5, 25, 125, then 625, then 3125, then 15625, etc. ഇനി തേർഡ് ആണെങ്കിൽ 100, 10, 1, 0.1, 0.01, 0.001, etc. ഇനി ഫോർത്ത് ആണെങ്കിലോ 1/3, 1/9, 1/27, 1/81, then 1/243, 1/729. ഇങ്ങനെ നമുക്ക് ഈ സീക്വൻസിനെ എഴുതാം. അതായത് ഈ ഓരോ സീക്വൻസിൻ്റെയും പ്രത്യേകത, അതായത് തുടർന്ന് വരുന്ന ടേംസ് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ക്രമത്തിൽ, ഒരു പ്രത്യേക നിയമത്തിനനുസരിച്ചാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കിതിനെ ഒരു സീക്വൻസ് ആണെന്ന് പറയുന്നത്. ഇനി അതായത് ഇവിടെ എങ്ങനെയാണ് അടുത്ത ടേം നമ്മൾ എഴുതിയത്? 32 കഴിഞ്ഞാൽ 64 എഴുതിയത്. അതായത് ഒരു നിശ്ചിത ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 ആണ് 4, 4 × 2 ആണ് 8. അതുകൊണ്ട് 32 × 2 64. അതേപോലെ രണ്ടാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും വ്യത്യസ്ത കോൺസ്റ്റൻ്റ് ആണ് എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് സീക്വൻസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമുക്ക് അതിനെ തന്നെ മറ്റൊരു രീതിയിൽ പറയാം. അതായത് ഒരു ടേമിനെ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു റേഷ്യോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ റേഷ്യോനനുസരിച്ചാണ് ഈ സീക്വൻസ് നീങ്ങുന്നത്. അതായത് 25/5 5 ആണ്. 125/25 = 5. അതേപോലെ 10/100 0.1, 1/10 0.1, 0.1/1 അതും ഇതേ രീതിയിൽ തന്നെ സെയിം കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആദ്യത്തേൻ്റെ കേസിൽ എന്താണ് ഇവിടുത്തെ ആ റേഷ്യോ? പൊതുവായ റേഷ്യോ ആണ്, എല്ലാറ്റിനും ഒരേ റേഷ്യോ ആണ്. അതുകൊണ്ടാണ് നാം ഇതിനെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. റേഷ്യോ കോമൺ ആണ്, അതുകൊണ്ട് അതിനെ കോമൺ റേഷ്യോ. ഇനി ഇവിടെ കോമൺ റേഷ്യോ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആർ. കോമൺ റേഷ്യോ നമുക്കറിയാം. ഇവിടെ ആദ്യത്തെ കേസിൽ കോമൺ റേഷ്യോ, ഫസ്റ്റ് കേസിൽ കോമൺ റേഷ്യോ 2 ആണ്. അതായത് മൾട്ടിപ്ലൈയിങ് ബൈ 2. അതുകൊണ്ട് ഇവിടെ കോമൺ റേഷ്യോ 2 ആണ്. രണ്ടാമത്തെ സീക്വൻസിൽ കോമൺ റേഷ്യോ 5 ആണ്. മൂന്നാമത്തത് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്, 10 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം മൾട്ടിപ്ലൈയിങ് ബൈ 0.1, അതായത് റേഷ്യോ 1.
0.1. ദെൻ 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് 1/9 വരുന്നത്. നേരെ തിരിച്ച് 1/9/1/3 എന്ന് പറഞ്ഞാൽ 1/3. അതുകൊണ്ട് നമുക്ക് കോമൺ റേഷ്യോ തേർഡ് സീക്വൻസിൽ 1/3 എന്ന് പറയാം. അതായത് ഒരു എലമെൻറ്റിൽ നിന്ന് അടുത്ത എലമെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഒരു നിശ്ചിത നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ അതിനെയാണ് നാം ജോമെട്രിക്കൽ പ്രോഗ്രഷൻ അല്ലെങ്കിൽ ജോമെട്രിക് സീരീസ് GEOMETRIC ജോമെട്രിക് സീരീസ് ഓർ ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള അർത്ഥത്തിൽ GP ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ജനറൽ കേസിൽ പറയാം. എന്താണ് ഇവിടുത്തെ ജനറൽ കേസ് വരുന്നത്? അതായത് എ സീക്വൻസ്, ഒരു സീക്വൻസ് A1 A2 A3 എക്സെട്ര, nth കേസാണ് AN, ദെൻ എക്സെട്ര ഇൻഫിനിറ്റ് സീക്വൻസ്. അതിന് ഈസ് കോൾഡ് GP, ഈസ് എ GP ജോമെട്രിക് പ്രോഗ്രഷൻ. എപ്പോഴാണ് ജോമെട്രിക് പ്രോഗ്രഷൻ? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോൺസ്റ്റൻറ്റ് തന്നെയാണ് തേർഡ് ടേമിനെ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ജനറൽ കേസിൽ ഇങ്ങനെ പറയാം, ഈഫ് AN+1നെ തൊട്ട് മുന്നിലുള്ള ടേം AN ഇത് 6 ആയിരിക്കും. ഇനി ഇവിടെ പ്രത്യേകത n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. n ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. പിന്നെ n വാരി ചെയ്യുന്നത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. കൂടാതെ ഈ ഓരോ ടേമും ഒരിക്കലും 0 വരരുത്. 0 വന്നാൽ പിന്നീട് അവിടുന്ന് ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഒന്നും സാധ്യമല്ല, എല്ലാം 0 ആയി പോകും. അതുകൊണ്ട് AIs എല്ലാം എന്തായിരിക്കും? നോൺ 0 ആയിരിക്കും. നോൺ 0 ആകരുത്. അങ്ങനെയാണെങ്കിൽ നാം അതിനെ പറയുന്ന പേരാണ് ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ജോമെട്രിക്കൽ സീരീസ്. ഇവിടെ R എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ, വേർ R ഈസ് കോമൺ റേഷ്യോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജോമെട്രിക് സീരീസിനെ പറയാം. അതായത് എ സീക്വൻസ് A1 A2 A3 എക്സെട്ര AN എക്സെട്ര ഈസ് കോൾഡ് a GP if AN+1/AN equal to R, n element of capital N greater than or equal to 1. AIs are all non-zero where R is called the common ratio of the GP. Then ഇപ്പോൾ നമുക്ക് കിട്ടിയത് AN+1/AN equal to R എന്ന കൺസെപ്റ്റാണ്. നമുക്കിതിനെ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്നത് A1 എന്നുള്ളതിനാണ് നമ്മുടെ ഫസ്റ്റ് ടേം. A1 എന്നുള്ളത് ഫസ്റ്റ് ടേം. ഇവിടെ എഴുതിയ A1 ഫസ്റ്റ് ടേം. അതുപോലെ തന്നെ A2 സെക്കൻഡ് ടേം, AN nth ടേം. കൂടാതെ R എന്നുള്ളതിനാണ് നാം പറയുന്നത് കോമൺ റേഷ്യോ. ആറിനെ പറയുന്നതാണ് കോമൺ റേഷ്യോ. ഈ രണ്ട് വേരിയബിളിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ പറയാം, ഫസ്റ്റ് ടേം A1 എന്ന് പറഞ്ഞാൽ A1 തന്നെയാണ്. ദെൻ വാട്ട് അബൌട്ട് A2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേം. നമുക്കറിയാം രണ്ടാമത്തെ ടേമിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ഫസ്റ്റ് ടേമിനോട് കൂടി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ A3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെക്കൻഡ് ടേം A2 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. A2നെ A2R എന്നെഴുതാം. ദെൻ വാട്ട് ഈസ് A2? A1R. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം A1R². ഇനി ഇതേ രീതിയിൽ നമുക്ക് മാറ്റുമ്പോൾ A4 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? A3R എന്നെഴുതാം. A3Rനെ നമുക്ക് എങ്ങനെ എഴുതാം? A1R³. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാം. അതായത് A2 ആണെങ്കിൽ A1R⁻1, A3 ആണെങ്കിൽ A1R², 3 ആണെങ്കിൽ 2, A4 ആണെങ്കിൽ A1R⁻3. അപ്പോൾ നമുക്ക് A10 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? A1R⁻9. Therefore in general നമുക്ക് ഇങ്ങനെ പറയാം, nth ടേം AN equal to
a1 r raised to n minus 1. an ഈക്വൽ ടു a1 r raised to n minus 1. ഇതിനെയാണ് നാം പറയുന്നത് nth ടേം അല്ലെങ്കിൽ ജനറൽ ടേം. ജനറൽ ടേം ഓഫ് എ ജി പി, ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ജനറൽ ടേം അല്ലെങ്കിൽ nth ടേം. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, an+1/an ഈക്വൽ ടു r എന്ന കോമൺ റേഷ്യോ കിട്ടുന്നു. പിന്നെ നമുക്കറിയുന്ന മറ്റൊന്ന് nth ടേം കാണാനുള്ള ഫോർമുല. nth ടേം, ഈ nth ടേം കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് a20, a10 എല്ലാം കണ്ടുപിടിക്കാം. നമുക്കിവിടെ അറിയാം ഇതിലെ nth ടേം എന്തായിരിക്കും? ഫസ്റ്റ് ടേം, ഈ ആദ്യത്തെ സീക്വൻസ് ആണെങ്കിൽ ഫസ്റ്റ് ടേം a1 ഈക്വൽ ടു 2 ആണ്. ആറിൻ്റെ വാല്യൂയും 2 തന്നെയാണ്. നമുക്ക് 20ാമത്തെ ടേം കാണാം. അല്ലെങ്കിൽ അതിനു മുൻപ് നമുക്ക് an കണ്ടുപിടിക്കാനാണെങ്കിൽ 2 × 2 raised to n minus 1 എന്ന് പറഞ്ഞാൽ 2 raised to n ആണ് ടേം വരിക. അപ്പോൾ 2 raised to n എന്നുള്ളതിൽ n-ന് 10 കൊടുത്താൽ a10 ആയിരിക്കും. നമുക്കിവിടെ ഇതിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം ഫിഫ്ത്ത് ടേം എന്താണെന്ന്. ഇത് 5ാമത്തെ ടേമാണ്. 1 2 3 4 5. അപ്പോൾ a5 എന്ന് പറഞ്ഞാൽ 2 raised to 5 ആണ്. നമുക്കറിയാം 2 raised to 5 ഈക്വൽ ടു 32. അതിനാണ് നാം nth ടേം എന്ന കൺസെപ്റ്റ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ദെൻ ഈ വന്ന കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. ജോമെട്രിക് പ്രോഗ്രഷൻ. A sequence a1, a2, a3, etc. an is called a geometric sequence അല്ലെങ്കിൽ geometric progression if an+1/an equal to r, n belongs to capital N, n greater than or equal to 1, ai's എല്ലാ എകളും a1, a2 അതിനാണ് ai's are non-zero where r is called common ratio of the GP. ഇനി മറ്റൊന്ന് ജനറൽ ടേം ആണ് നമുക്ക് ആവശ്യമുള്ളത്. ജനറൽ ടേം, ദ ജനറൽ ടേം അല്ലെങ്കിൽ nth ടേം ഓഫ് എ GP ഈസ് ഗിവൺ ബൈ an ഈക്വൽ ടു a1 r raised to n minus 1. ഇതിൽ a1 ഫസ്റ്റ് ടേം ആണ്, r എന്നുള്ളത് കോമൺ റേഷ്യോ ആണ്, an nth ടേം ആണ്. വേർ a1 is the first term and r is the common ratio of the GP. That is geometric progressionൻ്റെ nth ടേം കാണാനുള്ള ഫോർമുല an ഈക്വൽ ടു a1 r raised to n minus 1. മറ്റൊന്ന് നമുക്ക് r കാണേണ്ട കാര്യമാണ്. an+1/an ഈക്വൽ ടു r. നമുക്കിവിടെ nth ടേമിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ്, ദാറ്റ് ഈസ് a2/a1 അതെഴുതിയാലും നമുക്ക് കണ്ടുപിടിക്കാം. അതായത് a2 ഏതാണ് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കാണാം. a2/a1 ഈക്വൽ ടു r. ഇതേ രീതിയിലും നമുക്ക് ഇതിനെ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാം. a2/a1. ഇനി a1ഉം a2വിനേക്കാൾ ഡിവൈഡ് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് a3യും a4ഉം ആണെങ്കിൽ a4/a3 ആയിട്ടും നമുക്ക് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാം. നമുക്ക് ഇനി ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് എക്സസൈസ് 9.3-ലെ 24 to 29 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. നമ്മൾ തുടർച്ചയായിട്ടാണ് നമ്പർ ഇടുന്നത്. എന്ന് പറഞ്ഞാൽ 24 എന്ന് പറഞ്ഞാൽ 9.3 സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് 9.3 എക്സസൈസിൽ ചെയ്യുന്നത്. Then question number 24. Find 20th and nth term of the GP. GP തന്നിട്ടുണ്ട് 5/2, 5/4, 5/8 etc. അപ്പോൾ ഒരു GPയുടെ nth ടേം അതുപോലെ തന്നെ 20th ടേം കാണാൻ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ കോമൺ റേഷ്യോയുമാണ്. പലപ്പോഴും ടെസ്റ്റിൽ ar raised to n minus 1 ആണ് nth ടേം. നമ്മളിവിടെ a1 ആണ് ഉപയോഗിക്കുന്നത്. a1 ആണ് കുറച്ചും കൂടി കൂടുതൽ ശരിയായിട്ടുള്ളത്. കാരണം സെക്കൻഡ് ടേമിന് a2 എന്ന് കൊടുക്കാമെങ്കിൽ
തേർഡ് ടേമിന് A3 എന്ന് കൊടുക്കാമെങ്കിൽ nth ടേമിന് AN എന്ന് കൊടുക്കാമെങ്കിൽ ഫസ്റ്റ് ടേമിന് A എന്ന് പറയേണ്ടതില്ല, A1 ആയിട്ട് തന്നെ കൊടുക്കാം. കാരണം പലപ്പോഴും ക്വസ്റ്റ്യനിൽ സം ടു ഫസ്റ്റ് n ടേംസ് ഈ സ്മോൾ a എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഫസ്റ്റ് ടേം അപ്പോൾ A1 കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ A അല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് നാം എല്ലായ്പ്പോഴും ഫസ്റ്റ് ടേം A1 ആയിട്ട് എല്ലാ ഫോർമുലയിലും AP-യിലും GP-യിലും ഉപയോഗിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം നമുക്കറിയാം A1. ഫസ്റ്റ് ടേം A1 ഈക്വൽ ടു ഗിവൺ 5/2. ദെൻ കോമൺ റേഷ്യോ R കിട്ടിയിട്ടുള്ളത് 5/4നെ 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് 1/2. ദെൻ വി ഹാവ് ടു ഫൈൻഡ് nth ടേം. ആദ്യം നാം nth ടേം ആണ് കാണുന്നത്. AN ഫോർമുല പ്രകാരം A1 R⁻n-1. ഡയറക്റ്റ് വാല്യൂ കൊടുത്താൽ A1 5/2 ഇൻറ്റു R1 R1 അല്ല R 1/2⁻n-1 ഈക്വൽ ടു ഇവിടെ 2ൻ്റെ പവർ n ആക്കി എഴുതാം നമുക്ക്. അതായത് 5 ഇൻറ്റു 1/2n എന്നെഴുതാം. ഇതാണ് nth ടേം. ഈ പവർ ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇപ്പോൾ നമ്മൾ nth ടേമാണ് ആദ്യം കണ്ടത്. നമ്മളിനി A20 എന്ന് പറഞ്ഞാൽ ഇതിൽ AN ആണെങ്കിൽ പവർ n വന്നാൽ A20ക്ക് പവർ 20 കൊടുത്താൽ മതിയായിരിക്കും. 1/2⁻20 ഇത്ര എഴുതിയാൽ മതിയായിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25. ഫൈൻഡ് 12th term of a GP whose 8th term is 192. The common ratio is 2. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം A1ഉം കോമൺ റേഷ്യോ R എന്നും പറയാം. ലെറ്റ് A1 be the first term and R be the common ratio. Then ഇതിൽ നിന്ന് തന്നിരിക്കുന്ന ഡാറ്റ കോമൺ റേഷ്യോ 2 തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരിട്ടിട്ട് 8th ടേം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ A8 we have A8 equal to A1 R⁻n-1, that is 8 minus 1 7 equal to 192. Then A1നും Rനും വാല്യൂ കൊടുത്ത A1 തന്നെയാണ്. Then R⁻2 equal to 192. നമുക്കിവിടെ കാണാനുള്ളത് A1 ആണ്. A1 equal to 192/2⁻7. 192നെ നമുക്കൊന്ന് മാറ്റി എഴുതാം. അതായത് 2⁻6 × 3/2⁻7. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് 3/2. ഇതാണ് നമുക്ക് കിട്ടിയ A1. നമ്മളിനി കാണുന്നത് A12. അപ്പോൾ A12 ഈക്വൽ ടു A1 R⁻11. A1 ഈക്വൽ ടു 3/2 ഇൻറ്റു 2⁻11 ഈക്വൽ ടു 3 ഇൻറ്റു 2⁻10. നമുക്കറിയാം 2⁻10 ദാറ്റ് ഈസ് 1024. അപ്പോൾ ഫൈനൽ ആൻസർ വരാം 3072. ഇതാണ് A12 12ാമത്തെ ടേം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 26. ഇവിടെ തന്നിരിക്കുന്നത് the fifth, eighth, 11th term of a GP are PQ and S respectively. Show that Q square equal to PS. നമുക്കിവിടെ തന്നിരിക്കുന്ന ടേമിൻ്റെ പ്രത്യേകത കൂടി നോക്കാം. 5 + 3 8 8 + 3 11. ഓർഡറിലുള്ള
പ്രത്യേകതയുള്ള 3 ടേംസാണ് തന്നിട്ടുള്ളത്. അതിനു മുൻപ് നാം സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ലെറ്റ് A1 be the first term. A1 be the first term. First term and R be the ഇവിടെ rth term ഇല്ല. R be the common ratio of the GP. Then തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം. A5 equal to A1 R raised to 4, അതാണ് തന്നിരിക്കുന്ന P. Then അടുത്തത് A8 equal to A1 R raised to 7, ഇതാണ് തന്നിരിക്കുന്ന Q. Then A11 equal to A1 R raised to 10, ഇതാണ് തന്നിരിക്കുന്ന S. ഇപ്പോൾ നമുക്ക് 3 ഇക്വേഷനാണ് കിട്ടിയിട്ടുള്ളത്. ഇക്വേഷൻ 1, then ഇക്വേഷൻ 2, then ഇക്വേഷൻ 3. 3 ഇക്വേഷൻ. നമുക്കിവിടെ ഇനി കാണാനുള്ളത്, പ്രൂവ് ചെയ്യാനുള്ളത് Q²PS. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത് A1 ഇൻറ്റു R raised to 4 ആണ്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത ഇക്വേഷനെ സോൾവ് ചെയ്യാൻ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1 ഇംപ്ലൈസ് രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ A1 R raised to 7 ബൈ A1 R raised to 4 ഈക്വൽ ടു Q ബൈ P. ഇതിൻ്റെ അർത്ഥം ഇംപ്ലൈസ് ടേം ക്യാൻസൽ ചെയ്താൽ R³ A1 ക്യാൻസൽ ചെയ്തു, 7 മൈനസ് 4 R³ ഈക്വൽ ടു Q ബൈ P. നമുക്ക് ഇതിനെ ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. ഇനി ഇതുപോലെ ഇക്വേഷൻ 3 ബൈ ഇക്വേഷൻ 2 ഇംപ്ലൈസ്, അതായത് A1 R raised to 10 by A1 R raised to 7 equal to S by Q implies ഇതേപോലെ തന്നെ 7 ആണ്, അതായത് R³ equal to S by Q. ഇക്വേഷൻ നമ്പർ 5. നമ്മൾ ഈ 5ഉം 4ഉം ഇക്വേഷൻ ഉപയോഗിച്ച്, അതായത് യൂസിങ് equation 4 and equation 5, 4ഉം 5ഉം ഉപയോഗിച്ചിട്ട് we get, അതായത് രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, അതുകൊണ്ട് റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. Q ബൈ P ഈക്വൽ ടു S ബൈ Q. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എഴുതാം Q² ഈക്വൽ ടു PS. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, Q² ഈക്വൽ ടു PS. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27 പറയുന്നത് ഫോർത്ത് ടേം ഓഫ് എ GP ഈസ് സ്ക്വയർ ഓഫ് ഇറ്റ്സ് സെക്കൻഡ് ടേം ആൻഡ് ദ ഫസ്റ്റ് ടേം ഈസ് -3. ഡിറ്റർമിൻ ഇറ്റ്സ് സെവൻത്ത് ടേം. ഇവിടെ തന്നിരിക്കുന്നത് ഫോർത്ത് ടേം ഓഫ് എ GP ഈസ് സ്ക്വയർ ഓഫ് ഇറ്റ്സ് സെക്കൻഡ് ടേം, കൂടാതെ ഫസ്റ്റ് ടേം ഈസ് -3. സെവൻത്ത് ടേം ആണ് കാണാനുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ലെറ്റ് A1 be the first term, be the first term and R be the common ratio of the GP. then ഇവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റ് ടേം A1 തന്നിട്ടുണ്ട്, അതായത് A1 ഈക്വൽ ടു -3. പിന്നെ തന്നിരിക്കുന്ന മറ്റൊരു ഡാറ്റ ഫോർത്ത് ടേം ഈ സ്ക്വയർ ഓഫ് ഇറ്റ് സെക്കൻഡ് ടേം, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ A4 ഈക്വൽ ടു A2ൻ്റെ സ്ക്വയർ ആണ് എന്നതാണ് തന്നിട്ടുള്ളത്.
ഇത് പ്രകാരം നമുക്ക് A4, വാട്ട് ഈസ് A4? A1R ക്യൂബ് ഈക്വൽ ടു ഇവിടെ A1R സ്ക്വയർ ഹോൾ സ്ക്വയർ. A1R സ്ക്വയർ ഇല്ല, A1R എന്നേ ഉണ്ടാവുള്ളൂ. A1R ഹോൾ സ്ക്വയർ. ഫോർത്ത് ടേം ഈക്വൽ ടു സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ. നമ്മൾ A1ന് വാല്യൂ കൊടുക്കാം. അപ്പം -3R ക്യൂബ് ഈക്വൽ ടു -3R ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3R ക്യൂബ് ഈക്വൽ ടു 9R സ്ക്വയർ. അതിൽ നിന്ന് ആറിൻ്റെ വാല്യൂ കാണാം. R ഈക്വൽ ടു 9/-3. 9/-3, ദാറ്റ് ഈസ് R ഈക്വൽ ടു -3 എന്ന് കിട്ടും. ആറിൻ്റെ വാല്യൂ -3. 6 കിട്ടി, A1 കിട്ടി. നമുക്ക് കാണേണ്ടത് 7th ടേം A7. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് A7. A7 ഈക്വൽ ടു A1R raised to 6. A1 -3 into -3 raised to 6 equal to -3 raised to 7. Answer -2187 is the 7th term. Then question number 28. 28 which term of the following sequences? അതിൽ 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2√2 4 എക്സെട്ര ഈസ് 128. ഒരു സീക്വൻസിലെ എത്രാമത്തെ ടേമാണ് 128? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ടേം A1 എഴുതാം. A1 ഈക്വൽ ടു 2 തന്നിരിക്കുന്ന ഡാറ്റ. R ഈക്വൽ ടു 2√2/2 ദാറ്റ് ഈസ് √2. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് AN തന്നിട്ടുണ്ട് 128. കാണാനുള്ളത് N ആണ്. എത്രാമത്തെ ടേം N ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം AN അതിൻ്റെ ഫോർമുല നമുക്കറിയാം. AN ഈക്വൽ ടു A1R raised to n-1. അതാണ് തന്നിരിക്കുന്ന 128. അതിൽ A1 2 ആണ്. 2 into √2 raised to n-1. ഇതാണ് 128. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 into ഇവിടെ √2 ആണ്. അപ്പോൾ 2 raised to n-1/2 എന്നെഴുതാം. 2 raised to 1/2 ആണ്. ഈക്വൽ ടു ഈ 128 എന്നുള്ളതിനെ നമുക്ക് 2 raised to 7 എന്നെഴുതാം. അപ്പോൾ ഈ 2ൻ്റെ പവറൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 2 raised to n-1/2 എന്ന് പറഞ്ഞാൽ 2 raised to 6 എന്നെഴുതാം. ഒരുപോലുള്ള പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം n-1/2 ഈക്വൽ ടു 6. അതായത് n-1 ഈക്വൽ ടു 12. n ഈക്വൽ ടു 13. എത്രാമത്തെ ടേം എന്നതാണ് ചോദ്യം. അപ്പോൾ n-ൻ്റെ വാല്യൂ 13. n ഈക്വൽ ടു 13. ദെൻ ഇതേ രീതിയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ കാണാനുള്ളത് എത്രാമത്തെ ടേമാണ് 729 എന്നുള്ളതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എഴുതുമ്പോൾ A1 ഈക്വൽ ടു √3. ദെൻ കോമൺ റേഷ്യോ 6ഉം അതുപോലെ തന്നെ √3/3. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഈ തേർഡ് ടേം ഒന്ന് 2 ആണ്. പെട്ടെന്ന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. √3. ദെൻ AN തന്നിട്ടുണ്ട്. AN ഈക്വൽ ടു 729. നമുക്ക് കാണാനുള്ളത് n ആണ് കണ്ടുപിടിക്കാനുള്ളത്. n-ൻ്റെ വാല്യൂ എത്രാമത്തെ ടേം എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ ആദ്യ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. AN ഈക്വൽ ടു
A1 R raised to n minus 1. ഇതാണ് തന്നിരിക്കുന്ന 729. A1 റൂട്ട് 3 ആണ്, ആറും റൂട്ട് 3 ആണ്, പവർ n മൈനസ് 1. ഇതാണ് 729. നമുക്ക് 729നെ 3 റേസ് ടു 6 എന്നെഴുതാം. ദെൻ റൂട്ട് 3 റേസ് ടു n ആക്കി എഴുതാം. പവർ റൂട്ട് 3 റേസ് ടു n ഈക്വൽ ടു 3 റേസ് ടു 6. ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് 3 എന്നുള്ളതിന് 3 റേസ് ടു 1/2 ഓൾ റേസ് ടു n. ഇതാണ് 3 റേസ് ടു 6. അതായത് 3 റേസ് ടു n/2 ആണ് 3 റേസ് ടു 6. അതിൽ നിന്ന് n/2 ഈക്വൽ ടു 6. ദാറ്റ് ഈസ് n ഈക്വൽ ടു 12. n-ൻ്റെ വാല്യൂ 12. ദെൻ ഇതേ രീതിയിൽ അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെയിം മെത്തേഡാണ്. ഇതേപോലെ ചെയ്യുമ്പോൾ അതായത് A1 ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 1/3. കോമൺ റേഷ്യോ R ഈക്വൽ ടു 1/9നെ നാം ഡിവൈഡ് ചെയ്യണത് 1/3. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/3. ഇനി nth ടേം an തന്നിട്ടുണ്ട് 1/19683. കാണാനുള്ളത് n ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ an ഈക്വൽ ടു A1 R raised to n minus 1 ഈക്വൽ ടു 1/19683. ഇതിനെ നമുക്ക് 3യുടെ പവർ ആക്കി മാറ്റേണ്ടി വരും. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ 1/3, R എന്ന് പറഞ്ഞാലും 1/3 ഓൾ റേസ് ടു n മൈനസ് 1. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഒന്ന് പവറാക്കി മാറ്റുന്നു. ഇവിടെ 3 ആയതുകൊണ്ട് 3യുടെ പവറായിട്ട് തന്നെ വരും. 3 റേസ് ടു 9. അപ്പോൾ അതുകൊണ്ട് 1/3 റേസ് ടു n ഈക്വൽ ടു 1/3 റേസ് ടു n. ഇത് പവർ ഇവിടെ എഴുതിയാലും നമുക്ക് ഇതിനെ ഒന്നിച്ച് 9 ആക്കി എഴുതാം പവർ. അതായത് ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ. n ഈക്വൽ ടു ഇക്വേറ്റ് ചെയ്താൽ n ഈക്വൽ ടു 9. n-ൻ്റെ വാല്യൂ 9. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29 ക്വസ്റ്റ്യൻ പറയുന്നത് ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് ദ നമ്പേഴ്സ് 2/7 എക്സ് മൈനസ് 7/2 ആർ ഇൻ GP. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നത് GPയിലെ ടേമിൻ്റെ പ്രത്യേകത അതിലെ ഫസ്റ്റ് ടേമിനെ ഒരു നിശ്ചിത ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് സെക്കൻഡ് ടേം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ സെക്കൻഡ് ടേമിനെ R എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് -7/2 കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഈക്വൽ ടു തേർഡ് ടേം ബൈ സെക്കൻഡ്. അതായത് നമ്മളിവിടെ എഴുതുന്നത് എക്സ് ബൈ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഈക്വൽ ടു തേർഡ് ടേം -7/2 ബൈ എക്സ്. ഇത് ഈക്വലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒന്ന് മാറ്റാം. ഇവിടെ നെഗറ്റീവ് ഇല്ല, പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം x² ഈക്വൽ ടു 2/7 ഇൻറ്റു 7/2. സിംപ്ലിഫൈ ചെയ്താൽ 1. അതായത് x² ഈക്വൽ ടു 1. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം x ഈക്വൽ ടു ±√1 ദാറ്റ് ഈസ് 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് +or-1. എക്സിൻ്റെ വാല്യൂ +1 ആയാലും കറക്റ്റാണ്, -1 ആയാലും. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് വാല്യൂ കൊടുക്കാം. 2/7 നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കാണാൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. x ഈക്വൽ ടു +or-1. നമുക്ക് ഇനി ഇതിലെ അടുത്തൊരു ഭാഗം
എ പിയുടെ nth ടേം കണ്ടപ്പോൾ കൂടെ അടുത്ത നമ്മൾ ചെയ്തിരുന്നത് സം ടു n ടേംസ് ആയിരുന്നു. അതുപോലുള്ള കാര്യങ്ങൾ ജോമെട്രിക് പ്രോഗ്രഷനും ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.